ഇത് 3 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ നടപടിയൊന്നും എടുക്കാതെ അച്ചടക്ക സമിതി ചെയർമാൻ 3 വർഷം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന നടപടി എടുക്കാൻ. ഈ പ്രഖ്യാപനം ഉണ്ടായത് ഡിസംബർ 26-ാം തീയതിയാണ്. അതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ 3 വർഷമായില്ലേ, അതുവരെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഇവരെതിരെ നടപടി ഇതുവരെ ഉണ്ടാവാത്തത്. പക്ഷെ ഈ ആരോപണ വിധേയനാണെന്ന് 100% വ്യക്തമായിട്ട് അറിയാമായിരുന്നു. തിരുവഞ്ചൂരാണ് ഇവന്റെ പേര്, പുള്ളിയാണ് കടുംപിടുത്തം പിടിച്ചത്. ഇവനെ പറ്റൂ, വേറെ ആരെയും പറ്റുകയല്ല, ഇവനെ തന്നെ വെക്കണമെന്ന് കടുംപിടുത്തം പിടിച്ചത് തിരുവഞ്ചൂരാണ്, വേറെ ആരുമല്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് തന്റെ ഇടം ഉണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. ഞാനെന്ന് പറഞ്ഞ ആരുമല്ല, ആരും അറിയുന്ന ആളുപോലും അല്ല. ഇത്രയും വലിയ നേതാവിനെ, മുൻ ആഭ്യന്തരമന്ത്രി, ഒരുപക്ഷെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് ഞാൻ ഒറ്റയ്ക്കാ, വേറെ ആരുമില്ല, മക്കളുമില്ല, ഹസ്ബൻഡുമില്ല, വീട്ടുകാരുമില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ലാതെയല്ലേ ഞാൻ വന്നത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുവെങ്കിൽ 100% എനിക്ക് വ്യക്തമായത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ പറയുവോ മിനിമം കോട്ടയം ഏറ്റുമാനൂരെ പാർട്ടിയെങ്കിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിശംസയും ഞാൻ പറയും. എന്ന് പറയുന്നത് എന്നെ വളരെ നിർബന്ധിച്ചാണ് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, അല്ല ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നത്. അവിടുന്ന് അവരെന്നെ ആക്ഷേപിച്ച് വിട്ടപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ ഇവർ തയ്യാറായില്ല. വീണ്ടും ഞാൻ ഓരോ കാലത്തും ഓരോ കമ്മിറ്റികൾ, കോൺഗ്രസിന്റെ പുനഃസംഘടന എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം പലതായി. ഓരോ പ്രാവശ്യം പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ഞാൻ അവരെ എല്ലാം കണ്ടു പറയുന്നുണ്ട്, ഇത് ഇയാളെ വെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവരുടെ മുന്നിലുണ്ട്. വളരെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ. പക്ഷെ ധാർഷ്ട്യമായിരുന്നു. ഞാൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയല്ല. എന്റെ ഉപജീവന മാർഗവും രാഷ്ട്രീയമല്ല. ഞാനൊരു അധ്യാപികയാണ്. കുട്ടികളെ സ്നേഹിക്കുന്ന, കുട്ടികൾ എന്നെ സ്നേഹിക്കുന്ന ആ സ്ഥിതിയിൽ തന്നെ ഞാൻ തുടരും. എനിക്കെതിരെ ഇത്രയും ആക്ഷേപകരമായ പ്രവർത്തനം ഉണ്ടായിട്ട് അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്ത നേതൃത്വത്തിനെയാണ് ഞാൻ വേറെ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. ഞാൻ അനുഭവിച്ച വേദനകൾ, എനിക്കെതിരെ നടത്തിയ, എനിക്ക് നീതി തരാത്ത ഞാൻ സമീപിച്ച നേതാക്കന്മാരുടെ കാര്യം പേരെടുത്ത് തന്നെയാണ്. അടയ്ക്ക കെട്ടാലും ആനയെ കെട്ടാലും കള്ളനെന്നല്ലേ പേര്. എനിക്ക് നീതി നിഷേധിച്ചു. ഞാൻ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചത്, റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഫോൺ വിളിച്ച സമയം നവംബർ 21 രാത്രി 8 മണിക്കാണ് ഞാൻ വിളിച്ചത്. അത് വിളിച്ചപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ടീച്ചറെ ആരോപണ വിധേയനെ വെക്കില്ല, ആ വാക്ക് പാലിച്ചില്ല. ആ വാക്ക് പാലിക്കാത്തയാള് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ, കടുംപിടുത്തം പിടിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ? അപ്പൊ അദ്ദേഹം പറയും വേറെ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിക്കാരുടെ ഇടയിലേക്ക് ഈ ഒറ്റ പേര് പോയാൽ മതി എന്ന് പറഞ്ഞ ആള് തിരുവഞ്ചൂരാണോ? ഇനി അദ്ദേഹം നിഷേധിക്കുവാണെങ്കിൽ എന്റെ ഒരു പ്രതീക്ഷ, ചില ആളുകളില്ലേ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം തുറക്കുന്നു എന്ന് പറയുന്ന ആ ഗണത്തിലേക്ക് അദ്ദേഹം അധപതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ പറയുക. തന്റെ അയാൾ പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. എന്നോട് കാണിച്ചത് വിശ്വാസ്യത കുറവാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ വിശ്വസിച്ചു അദ്ദേഹം ഈ ആളെ വെക്കില്ല എന്ന്. പ്രസ്താവനകൾ നിരുപാധികം പിൻവലിച്ച് ക്ഷമ പറയാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഞാനായിരുന്നു ശരിയെങ്കിൽ നേതാക്കന്മാർ എന്ത് നടപടി കൈക്കൊള്ളും? അല്ല, നമ്മുടെ പുനഃസംഘടന സമിതിയിൽ 7 പേരുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരാളാണ് എം ജോ, KPCC ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. എം ലിജു, ആലപ്പുഴ. ലിജുവിനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ, സമ്മതിക്കുകയല്ല. അച്ചടക്ക നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കോൺഗ്രസിന് വ്യക്തമായ മാനദണ്ഡമുണ്ട്, ആരോപണ വിധേയനെ ആക്കാനാവില്ല എന്ന്. ആ ആരോപണം അവർ കണ്ടില്ല, അവർ ശ്രദ്ധിച്ചില്ല. ഒരു പക്ഷെ വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കാനെന്ന് ഓർത്തിട്ടാവാം, വെറും ഒരു പെണ്ണിനെതിരെയല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം, വെറും ഒരു വാർഡല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഏറ്റുമാനൂർ എന്ന വാർഡിലെ 32ാം വാർഡ് പോലെയാണ് ഏറ്റുമാനൂരിലെ ബാക്കി വാർഡുകളെന്നും കോട്ടയം ജില്ലയിലെ ബാക്കി സ്ഥലങ്ങളെന്നും കേരളത്തിലെ ബാക്കി സ്ഥലങ്ങളെന്നും ഇവർ മനസ്സിലാക്കണം. പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. ഒന്നും കാണാതെ
ചുമ്മാ ഇങ്ങനെ അവഗണിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പതനം വളരെ വലുതായിരിക്കും. ഇന്ത്യ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് എന്നാ വരുന്നതെന്ന് നോക്കിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഒന്നാമത്തെ പിണറായി സർക്കാർ, അവരുടെ മഹത്വം കൊണ്ടാണോ അധികാരത്തിൽ വന്നത്? ഇതാണോ കലാമണ്ഡലം ഉപയോഗിച്ചിരുന്നത്? കലാമണ്ഡലം അല്ല, ഞാൻ അതല്ല.